ഇന്നൊരു ഗംഭീര പടത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ സൈജു കുറുപ്പ് ഒരു കോടീശ്വരനാണ് ഗൈസ്. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ. പിന്നെ മൂപ്പര് ഒരു അനിമലാണ് ഈ പടത്തില്. You won't be like your father, right? My father is the best father in the world. Don't ever go there. Gitanjali, तू मुझे कुछ भी पूछ सकती है. Anything dirty, porn देखता हूँ, लड़की झुकती है तो चेक आउट करता हूँ and I'll always give you an honest answer. But not this. सुनाई दे रहा है, बेरा नहीं हूँ मैं. मैंने बोला था ना ज्योति, क्रिमिनल है हमारा बेटा. पापा के लिए प्यार जोक नहीं रोग है. I really wish I'd died that day. ഷാജി ഏട്ടാ ഇവിടെ അരുതബു അരുത്. മൂപ്പർക്ക് എല്ലാം ഉണ്ട്, പക്ഷെ ആങ്കർ മാനേജ് ചെയ്യുന്ന കാര്യത്തില് മൂപ്പര് വട്ട പൂച്ചയാണ് ഗൈസ്. എനിക്ക് ദേഷ്യം വന്ന ഒന്നും ഞാൻ നോക്കില്ല, എന്റെ തലേ കയറല. Daddy, chill. പിന്നെ ഈ പടത്തിൽ നമ്മുടെ ആസിഫ് അണ്ണനുണ്ട്. ആസിഫ് അണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ടൈം ടെൻഷൻ അടിച്ച് വയർത്ത് കുടിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ ഗൈസ്. പിന്നെ മൂപ്പർക്ക് കൃതാവിൻ്റെ അവിടെയാണ് വയർക്കുക, വേറെ എവിടെയും വയർക്കില്ല. അങ്ങനെ ഒരു പ്രത്യേക തര പരിപാടികളൊക്കെ ഉണ്ട് ഈ പടത്തില്. പിന്നെ നമ്മുടെ ആസിഫ് അണ്ണൻ സോഡ നാരങ്ങ വെള്ളം നൈസായിട്ട് അടിച്ചു മാറ്റി കുടിക്കും. അങ്ങനെ എന്തൊക്കെയാണ്ടൊക്കെ ഹോബികളാണ് നമ്മുടെ ആസിഫിക്ക് ഈ പടത്തില്. ഒരു പ്രത്യേക ജീവിതല്ലേ ഈ പടത്തിന്റെ കഥ എന്നിട്ടാന്ന് വെച്ചാൽ പട്ടാപ്പകല് ഒരു തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയ സ്നൈപ്പറും പിടിച്ചിട്ട് ഒരുത്തൻ ഷൂട്ട് ചെയ്യാൻ പോണ കാട്ടിയിട്ടാണ് പടം തുടങ്ങണത്. ഇതേപോലത്തെ സീൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയ ആ സ്നൈപ്പർ പിടിച്ച മച്ചാനുണ്ടല്ലോ, ഒരു ബാങ്കിൽ പോയിട്ട് റോബറി നടത്താൻ പോവും. അപ്പോൾ ഒരു സെക്യൂരിറ്റി തലമണ്ടയ്ക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു ട്വിസ്റ്റാണ് ഗൈസ്, അവരത് പ്രാങ്ക് ചെയ്തതാ. അയ്യോ സാറിനറിയില്ലേ, ടി വിയിൽ വേഷം മാറി ആളെ പറ്റിക്കുന്ന പരിപാടി അല്ലേ? പിന്നെ റോട്ടിക്കോട് ഒരു ചേച്ചി നടന്നു പോവും. അപ്പോൾ ഒരു ഫ്രീക്കൻ അത് കാണും. എന്നിട്ട് ആ ചേച്ചിനെ ശല്യം ചെയ്യാൻ ആ ഫ്രീക്കൻ പോവും. അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ആസിഫ് അണ്ണൻ വന്നിട്ട് ആ ഫ്രീക്കന്മാരെയൊക്കെ തല്ലി ഓടിക്കും ഗൈസ്. Thank you, sir. പിന്നെ നമ്മുടെ അനിമലണ്ണനെ കാണിക്കും. അനിമലണ്ണനാണെങ്കിൽ ഒരു പെണ്ണ് ഷൂ ലേസ് കെട്ടാൻ വേണ്ടി ഒന്ന് ബാഗ് പിടിക്കുമെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ അനിമലണ്ണൻ അതിനെന്താ ഞാൻ പിടിക്കാമല്ലോ എന്ന് പറയും. എന്നിട്ട് ആ പെണ്ണ് അവിടെ നിന്ന് ഓടിപ്പോവും. അപ്പം തന്നെ നമ്മുടെ ആസിഫ് അണ്ണൻ വരും. അപ്പം ആ ബാഗിൽ നിന്ന് ചോര വരുന്നത് കാണും. അപ്പം നീ ആരാടെ കൊന്നേന്ന് ചോദിക്കും. നമ്മുടെ അനിമലണ്ണൻ ടെൻഷനായിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാൻ നോക്കും. അപ്പം നമ്മുടെ എയറെണ്ണം വരും. എയറെണ്ണം വന്നിട്ട് എന്താ നടക്കണേന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ആസിഫ് അണ്ണൻ എയറെണ്ണനെ തള്ളും. അപ്പം നമ്മുടെ എയറെണ്ണൻ്റെ എയർ പോവും. പാവ എയറെണ്ണൻ ഒരു ബലൂൺ അടിക്കേണ്ട എയറെ പോയേ. ഏറൊക്കെ പോയല്ലോ. അത് കഴിഞ്ഞിട്ട് അറിയണ ഗൈസ്, ഇതൊക്കെ ഒരു പ്രാങ്കായിരുന്നു. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയാതെ, ആട്ടമാടാനറിയാതെ, അറിയാതെ പൊട്ടനായിരുന്നു ഞാൻ. പിന്നെ നമ്മുടെ ആസിഫ് അണ്ണൻ ബസ്സിൽ പോണ സമയത്ത് അന്ന് കണ്ട പെണ്ണിനെ കാണും. ഇവര് സംസാരിച്ച് അവസാനം സെറ്റാവും ഗൈസ്. तेरे वास्ते फलक से मैं चांद लाऊंगा, 16-17 सितारे संग बात लाऊंगा, चांद तारों से कहो अब टेघरे सरा, चांद तारों से कहो कि अब टेरे सरा, पहले इश्क ले डालू उसके बाद लाऊंगा. ഇവരുടെ ലവ് നടക്കില്ല ഗൈസ്, കാരണം നമ്മുടെ എയറണ്ണന്റെ മോളാണ് അവള്. എന്റെ മോളാ അവള്, എന്റെ കുഞ്ഞാണ് അവള്. ആയിക്കോട്ടെ. പിന്നെ അന്ന് പ്രാങ്ക് ചെയ്തില്ലേ നമ്മുടെ അനിമലണ്ണനെ, അത് ടി വിയിൽ വരും. അപ്പം അത് കണ്ട ആൾക്കാർ ചിരിക്കണ കാണുമ്പോൾ നമ്മുടെ അനിമലണ്ണന് കലിപ്പാവും. ഞാൻ ഈ കാര്യം എന്ന് പറയാൻ വന്നപ്പോ നീ നിന്റെ പപ്പയും വലിയ കുടുംബക്കാരും അങ്ങ് കൊമ്പട്ട ബിസിനസ്സുകാരും പൊയ്ക്കോളാം. നമ്മുടെ അനിമലണ്ണനാണെങ്കിൽ കട്ട കരിപ്പായിട്ട് ആസിഫ് അണ്ണനെ വണ്ടി ഇടിക്കാനായിട്ട് പോവും. അനിമലണ്ണന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ആസിഫ് അണ്ണൻ രക്ഷപ്പെടും. പിന്നെ അവിടെ വെച്ച് ചിക്കന് കാണും. ചിക്കന് കാണുമ്പോൾ എയറണ്ണൻ നിങ്ങളോട് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞത് കാരണം ഞാൻ മിണ്ടില്ല, നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധമില്ല എന്ന് പറയും ആ ചിക്ക്. സോറിടാ, നമ്മള് ഫ്രണ്ട്സ് അല്ലേ. ഇവരെ സംസാരിക്കണ കണ്ടിട്ട് കുറച്ച് തന്ത വൈബുള്ള കുറച്ച് ടൂൾസ് വരും. അപ്പൊ നിനക്ക് ഇന്ത്യ ഐസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് മൈ സിസ്റ്റേഴ്സ് ആണല്ലേ. നിനക്ക് ഇന്ത്യന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ ചിക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇടിക്കും. എന്നുയിരായി നീയും
നിന്നുടലിൻ പാതി നീയും നിൻ പ്രണയം ഞാൻ തിരയും മെഹബൂബ मैं तेरी महबूबा महबूबा मैं तेरी महबूबा. പിന്നെ നമ്മുടെ ആസിഫ് അണ്ണൻ ചിക്കനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് വരുന്ന വണ്ടിക്ക് കൈ കാണിക്കും. അപ്പോൾ ആ വണ്ടിയിൽ നമ്മുടെ ജാസി അണ്ണൻ 5 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? പിന്നെ നമ്മുടെ അനിമലണ്ണൻ്റെ പെണ്ണ് അവിടെ ഉണ്ടാവും. അനിമലണ്ണൻ്റെ പെണ്ണ് അവിടെ എടുത്തിട്ട് ആശുപത്രിക്ക് കൊണ്ടുപോകും അവരുടെ കാറിൽ. എന്നിട്ട് അവിടേക്ക് നമ്മുടെ ഏറെണ്ണം വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനിമലണ്ണൻ വരും. അനിമലണ്ണൻ ഇവനെ കാണുമ്പോൾ കലിപ്പാവും. ആസിഫ് അണ്ണൻ ഹോസ്പിറ്റലിൽ നിന്ന് പോരും. എന്നിട്ട് ഇതുവരെ മൂപ്പരുടെ ലൈഫിൽ നടന്നത് ഒരു സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ഒരു മൂവി പ്രൊഡ്യൂസറിനോട് പറയുമ്പോൾ ഉണ്ടല്ല, നമ്മൾ ഇതുവരെ കണ്ട സീൻസില്ലേ, ആസിഫ് അണ്ണന് പകരം ലെവനും പിന്നെ ആ പെണ്ണിന് പകരം ഇവളായിട്ട് ആ നടന്ന കഥ മൊത്തം വീണ്ടും കാണിക്കും. அப்ப வந்தான் தலைவர் அவன். வந்தா சுட்டா செத்தா ரிப்பீட், வந்தா சுட்டா செத்தா ரிப்பீட், வந்தா சுட்டா செத்தா ரிப்பீட், வந்தா சுட்டா செத்தா ரிப்பீட். இன்னைக்கு வருவான், சுடுவான், சாவான், ரிப்பீட். முடியல தலைவரே, முடியல தலைவரே. ആസിഫ് അണ്ണൻ പറഞ്ഞ കഥയുണ്ടല്ലോ, ആ പ്രൊഡ്യൂസറിനെ അങ്ങ് ഇഷ്ടപ്പെടും. എന്നിട്ട് ആ പടം അങ്ങ് ചെയ്യും. അങ്ങനെ അത് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ 1 ഹിറ്റാവും. പിന്നെ അവിടെ ഏറണ്ണനും അവൻ്റെ പെണ്ണും കാണാൻ വരും. പിന്നെ അവരൊന്നിക്കും. പിന്നെ ഈ സിനിമയിലെ അനിമലണ്ണൻ്റെ റോളിന് അനിമലണ്ണൻ എന്നെ നമ്മുടെ ആസിഫ് അണ്ണൻ വിളിക്കും. പിന്നെ അവരുടെ പ്രോബ്ലം അങ്ങ് സോൾവ് ചെയ്യും. അങ്ങനെ പടം കഴിഞ്ഞു. ഈ സിനിമ ഉണ്ടല്ലോ, പ്രമോദ് പപ്പൻ്റെ ഏതോ കടുത്ത ഫാൻ ചെയ്ത ഒരു സിനിമയാട്ടാ ഗൈസ്. അമ്മാതിരി സാധനമാണ്. It might be a fiction, probably a strange phenomenon entering into a hypothetical. A Pramod Papanik approach എന്ന തലവാചകത്തോട് നീതി പുലർത്തി